നമ്മുടെ ശരീരത്തിന് ഒരു അസാധ്യ കഴിവുണ്ട് അല്ലേ, സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് അതിനെവിടെയാ സമയം? അപ്പോ അതിനൊരു പരിഹാരമുണ്ടെങ്കിലോ? അതാണ് ഗാനോതെറാപ്പി, സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്കുള്ള ഒരു നാച്ചുറൽ വഴി. എന്താ ഇതിന്റെ പിന്നിലെ രഹസ്യമെന്ന് നമുക്ക് നോക്കിയാലോ? ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കിക്കേ. നമുക്കെന്തിനാ എപ്പോഴും ഒരു ക്ഷീണം, അല്ലേ? തിരക്കുപിടിച്ച ജീവിതം, കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിൽ ഒരു വിശ്വാസവുമില്ല, പുറത്തിറങ്ങിയാൽ പൊടിയും പുകയും. സത്യത്തിൽ ഇതൊക്കെ എവിടുന്നാ വരുന്നത്? നമ്മുടെ ശരീരത്തിന് ഇതെങ്ങനെയാ ബാധിക്കുന്നത്? അതെ, ഈ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോ ആധുനിക ജീവിതത്തിലെ ആരോഗ്യ വെല്ലുവിളി കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നാം, പക്ഷെ സംഭവം അത്ര സിമ്പിളല്ല. യഥാർത്ഥ പ്രശ്നം നമ്മൾ പുറമേ കാണുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ശരീരത്തിനുള്ളിൽ നമ്മളറിയാതെ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട് ഓരോ ദിവസവും. അപ്പോൾ എന്താ ഈ യുദ്ധത്തിന് കാരണം? ഗാനോതെറാപ്പി പറയുന്നത് ഇതിന് പ്രധാനമായും 2 വില്ലന്മാരുണ്ടെന്നാണ്. ഒന്ന് ടോക്സിൻസ്, അതായത് വിഷാംശങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ശ്വസിക്കുന്ന വായുവിലൂടെയുമൊക്കെ ശരീരത്തിൽ കേറിക്കൂടുന്നവ. രണ്ടാമത്തേത് നമ്മുടെ സ്വന്തം സ്ട്രെസ്. ഈ മാനസിക സമ്മർദ്ദം കാരണം നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ബാലൻസ് തെറ്റുന്നു. അതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിന് സ്വതവേ ഒരു സൂപ്പർ പവറുണ്ട്, അസുഖങ്ങളെ തടയാനും കേടുപാടുകൾ തീർക്കാനുമുള്ള ഒരു അപാര കഴിവ്. പക്ഷേ ഈ പറയുന്ന വിഷാംശങ്ങളും സ്ട്രെസ്സുമൊക്കെ ചേർന്ന് ആ സൂപ്പർ പവറിനെ പതുക്കെ പതുക്കെ തളർത്തിക്കളയുന്നു. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. പക്ഷേ പേടിക്കേണ്ട, ഇവിടെയാണൊരു പ്രതീക്ഷ വരുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരുന്നു. പ്രകൃതിയുടെ ഒരു അത്ഭുതം. അതിനൊരു പേരുമുണ്ട്, ഔഷധങ്ങളുടെ രാജാവ്. അപ്പോ എന്താണ് ഈ ഔഷധങ്ങളുടെ രാജാവ് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇതാണ് ഗാലോഡെർമ ലൂസിഡം, റീഷി അല്ലെങ്കിൽ ലിങ്ഷി എന്നൊക്കെ പറയും. ഇതൊരു തരം മെഡിസിനൽ കൂണാണ്. ചൈനയിലും ജപ്പാനിലുമൊക്കെ ആയിരക്കണക്കിന് വർഷമായിട്ട് ആളുകൾ ആരോഗ്യത്തിനു വേണ്ടി ഇതുപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെറും കൂനല്ലെന്നുറപ്പല്ലേ? അതിന്റെ പവർ എത്രയാണെന്നറിയോ? 400-ൽ കൂടുതൽ. അതെ, 400-ലധികം ആക്റ്റീവ് കമ്പോണൻസ്, അതായത് പോഷക ഘടകങ്ങൾ ഇതിലുണ്ട്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒരൊറ്റ കൂണിൽ ഇത്രയും ഗുണങ്ങളോ? ശരിക്കും അവിശ്വസനീയം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വെറുതെയല്ല ഔഷധങ്ങളുടെ രാജാവെന്ന് വിളിക്കുന്നത്. ഇതൊരു സാധാരണ സപ്ലിമെന്റ് അല്ല, അല്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് പുതിയൊരു ഉണർവ് കൊടുക്കുന്ന ഒരു സൂപ്പർ ഫുഡാണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗാനോതെറാപ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഐഡിയയിലേക്ക് വരാം. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റുണ്ട്. എന്താന്നല്ലേ? ഗാനോതെറാപ്പി ഒരു രോഗത്തെയും നേരിട്ട് ചികിത്സിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇതെന്താ ചെയ്യുന്നത്? അതെ, ഇതാണ് ആ രഹസ്യം. ഗാനോഡെർമ നേരിട്ട് നിങ്ങളെ സുഖപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, പകരം അത് നിങ്ങളുടെ ശരീരത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വന്തം പ്രതിരോധ സംവിധാനത്തെ, ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യും. ഉള്ളിലുള്ള ഡോക്ടറെ വിളിച്ചുണർത്തുന്നത് പോലെ. ബാക്കിയുള്ള പണിയെല്ലാം നമ്മുടെ ശരീരം തന്നെ ചെയ്തോളും. ഇതെങ്ങനെയാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ശരീരത്തെ ഒരു വീടായിട്ട് സങ്കല്പിക്കുക. കുറേ കാലം കഴിയുമ്പോൾ ആ വീട്ടിൽ പൊടിയും അഴുക്കുമൊക്കെ നിറയില്ലേ? ഗാനോഡെർമ എന്ന് പറയുന്നത് ആ വീട്ടിലേക്ക് വരുന്ന ഒരു സൂപ്പർ ക്ലീനറെ പോലെയാണ്, ഒരു എക്സ്പേർട്ട് ക്ലീനർ. അപ്പോൾ ഈ എക്സ്പേർട്ട് ക്ലീനർ വന്നിട്ട് എന്തൊക്കെയാ ചെയ്യുക? ഒന്നാമത്തെ സ്റ്റെപ്പ് സ്കാനിംഗ്. അതായത് വീടിന്റെ എല്ലാ മുറികളും ഓരോ മുക്കും മൂലയും പരിശോധിച്ച് എവിടെയൊക്കെയാണ് അഴുക്ക്, എവിടെയൊക്കെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് ഐഡന്റിഫൈ ചെയ്യും. അതായത് പ്രശ്നം ഇന്ന സ്ഥലത്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയും. മൂന്നാമതായി ക്ലീനിംഗ്. ആ അഴുക്കെല്ലാം നീക്കം ചെയ്യാൻ നമ്മുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യും. സിമ്പിൾ. ശരി, ഈ ഗാനോഡെർമയ്ക്ക് പ്രധാനമായിട്ടും 2 രൂപങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം 2 ജോലിക്കാർ. ഒരാൾ ക്ലീനർ, മറ്റേയാൾ ബാലൻസർ. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ആദ്യം RG അഥവാ റീഷി ഗാനോ. ഇതാണ് നമ്മുടെ ക്ലീനർ. 90 ദിവസം പ്രായമായ കൂണിൽ നിന്നാണ് ഇതെടുക്കുന്നത്. ഇതിന്റെ പ്രധാന പണി എന്താ? ഒരു വാക്വം ക്ലീനർ പോലെ ശരീരത്തിലുള്ള ടോക്സിൻസിനെയൊക്കെ വലിച്ചെടുത്ത് പുറത്തു കളയുക. ഇനി രണ്ടാമതാളെ നോക്കാം, GL അഥവാ ഗാനോസെലിയം. ഇതാണ് നമ്മുടെ ബാലൻസർ. ഇത് കൂണിന്റെ വേരിൽ നിന്നാണ് എടുക്കുന്നത്, അതും 14 ദിവസം മാത്രം പ്രായമുള്ള. ഇതിന്റെ ജോലി നമ്മുടെ ശരീരകോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും മിനറൽസുമൊക്കെ കൊടുത്ത് റീചാർജ് ചെയ്യുക എന്നതാണ്. ഇത് ശരിക്കും നമ്മൾ കാർ സർവീസിന് കൊടുക്കുന്ന പോലെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. RG എന്തു ചെയ്യും? കാറിലെ പഴയ ഓയിലും മഴുക്കുമെല്ലാം മാറ്റി ക്ലീൻ ചെയ്യും. GL എന്തു ചെയ്യും? പുതിയ ഓയിലും കൂളന്റുമൊക്കെ നിറച്ച് കാറിനെ റീചാർജ് ചെയ്യും. അപ്പോൾ ഈ രണ്ടും ചേരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഒരു കംപ്ലീറ്റ് ഓവർഹോളിംഗ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രകൃതിദത്തമായ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക?
ഈ യാത്ര എങ്ങനെയായിരിക്കും? നമുക്കൊന്ന് നോക്കാം. ഈ പ്രോസസ്സിന് മൊത്തം 5 ഘട്ടങ്ങളുണ്ട്. ആദ്യം സ്കാനിംഗ്. ഇത് ഏതാണ്ട് ഒരു മാസം വരെ എടുക്കും. പിന്നെയാണ് ശരിക്കുള്ള ക്ലീനിംഗ്, അതായത് ഡീടോക്സിഫിക്കേഷൻ. അത് 1 മാസം മുതൽ 7 മാസം വരെ നീളാം. അത് കഴിഞ്ഞ് ശരീരം സ്വയം റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനൊരു വർഷം വരെ എടുക്കാം. 4ാമത്തെ സ്റ്റേജിൽ ശരീരം സ്ട്രോങ് ആകും, അതായത് ബിൽഡിംഗ്. അത് 2 വർഷം വരെ പോകാം. ഒടുവിൽ റീജനറേഷൻ, അതായത് പുനരുജ്ജീവനം. ഇതിന് 1 മുതൽ 3 വർഷം വരെ എടുക്കാം. അപ്പോ ഈ ടൈം ലൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇതൊരു ഓട്ടമത്സരമല്ല, ഒരു മാരത്തണാണ്. ക്ഷമ വളരെ പ്രധാനമാണ്. അപ്പോ ഈ യാത്രയിൽ വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത് സ്ഥിരത, അതായത് മുടങ്ങാതെ ചെയ്യുക. രണ്ടാമത്തേത് ക്ഷമ, ഫലം കിട്ടാൻ സമയമെടുക്കും. മൂന്നാമത്തേത് ധാരാളം വെള്ളം കുടിക്കുക. കാരണം ഈ പുറന്തള്ളുന്ന ടോക്സിൻസ് ഒക്കെ ശരീരത്തിൽ നിന്ന് പോകണ്ടേ, അതിന് വെള്ളം അത്യാവശ്യമാണ്. ഒന്നോർക്കുക, ഇതൊരു മാജിക് ഗുളികയല്ല, ഇതൊരു പുതിയ ജീവിത രീതിയാണ്. അപ്പോൾ നമുക്ക് ഈയൊരു ചോദ്യത്തോട് അവസാനിപ്പിക്കാം. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണം? ഒരു രോഗം വരുമ്പോൾ അതിനെതിരെ മരുന്ന് കഴിച്ച് പോരാടുന്നതാണോ? അതോ രോഗങ്ങൾക്ക് കേറിപ്പറ്റാൻ പോലും പറ്റാത്ത അത്ര ശക്തമായ ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കുന്നതാണോ? ശരിക്കും ആലോചിച്ചു നോക്കൂ. ഗാനോതെറാപ്പിയുടെ മുഴുവൻ തത്വവും ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം.